ഹായ് ഓൾ, നമുക്കിനി പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂളാണ്. അതിൻ്റെ കുറച്ച് സ്ലൈഡുകളാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് കണ്ടിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഇത്രയും പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ടാവും. എന്നാലും പ്രധാനമായിട്ടും നമ്മൾക്ക് പറയാം, കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയും ഇൻഫോർമേഷൻസും ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് ആ ഇൻപുട്ടിൽ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നു. പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹൗ ഇറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ, നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച്. ഇപ്പോൾ 2-3 വേർഡ്സ് അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ, പ്രോസസ്സിംഗ്, ഇൻസ്ട്രക്ഷൻ. A computer is a device. It is an electronic device which accepts data and information as input and process on the data according to the instructions given and gives the output. ഇതാണ് നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയാവുന്നത്. എന്താണ് ഒരു ഇത് കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ശ്രദ്ധിച്ചാൽ അതിനകത്ത് കാണാവുന്നത് ഇൻപുട്ട് യൂണിറ്റ്, സെക്കൻഡറി സ്റ്റോറേജ്, പ്രൈമറി സ്റ്റോറേജ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട്, പിന്നെ CPU എന്ന് എഴുതിയിട്ടുണ്ട്, പ്രോഗ്രാം ആൻഡ് ഡേറ്റ, ഇൻഫോർമേഷൻ ആൻഡ് റിസൾട്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവുക. അടുത്ത സ്ലൈഡിലാണ് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മളുടെ സിലബസിനനുസരിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഈ ബ്ലോക്ക് ഡയഗ്രാമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. നിങ്ങൾ ഇത് തന്നെ ബുക്കിലേക്ക് വരയ്ക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ നോട്ട് തയ്യാറാകുമ്പോൾ കമ്പ്യൂട്ടർ മോഡ്യൂളിൻ്റെ പേരെഴുതുക, പിന്നെ കമ്പ്യൂട്ടർ എന്താണ്, ബ്ലോക്ക് ഡയഗ്രാം, ഇങ്ങനെ നോട്ട് തയ്യാറാക്കിക്കൊള്ളണം. അപ്പോൾ ഇതിൽ നോക്കുക, ഇൻപുട്ട് യൂണിറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ MU എന്ന് പറഞ്ഞാൽ മെമ്മറി യൂണിറ്റ്, CO എന്ന് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. പിന്നെ ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതിൽ കൺട്രോൾ യൂണിറ്റിൻ്റെയും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെയും കൂടി നമ്മൾക്ക് ടുഗദർ നോൺ ആസ് CPU അവിടെ എഴുതിയിട്ടുണ്ട്. അതൊരു ചോദ്യമാണ്, നമുക്ക് വരാവുന്നൊരു ചോദ്യമാണ്. കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU ടുഗദർ നോൺ ആസ് CPU, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പിന്നെ മെമ്മറി യൂണിറ്റ് പല രീതിയിൽ അതിന് ഡിവിഷൻസ് ഉണ്ട്. അതിൻ്റെയുള്ള എക്സ്പ്ലനേഷൻസ് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ചോദ്യം ഒന്ന് ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ വാട്ട് ഈസ് CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ടുഗദർ നോൺ ആസ് ദി CPU. ഇനി എന്താണ് വാട്ട് ഈസ് ഡേറ്റ എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിലെ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ഈ ഡേറ്റ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അത് എന്തുവാകാം, ടെക്സ്റ്റ് ആവാം, ഡോക്യുമെൻ്റ് ആവാം, ഇമേജസ് ആവാം, ഓഡിയോസ് ആവാം, സോഫ്റ്റ്വെയർ, പ്രോഗ്രാംസ്, ഇതെല്ലാം തന്നെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഏത് വിവരവും, ഏത് ഇൻഫോർമേഷൻസും termed as data. We use the term data for the input that is given to the computer. ഇൻപുട്ട് യൂണിറ്റ്. എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? കമ്പ്യൂട്ടറിൽ നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 സെഷൻസ് പറയാം. കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഓൾ ദ ഫിസിക്കൽ കമ്പോണൻസ്, അതായത് നമുക്ക് കാണുകയും ടച്ച് ചെയ്യുകയും ചെയ്യാവുന്ന എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെല്ലാം ഹാർഡ്വെയറിൽ പെടും. അപ്പോൾ അതിൽ ഹാർഡ്വെയറിൽ വരുമ്പോൾ ആദ്യം വരുന്നതാണ് നമ്മളുടെ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസാണ് യൂസറും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ഡിവൈസാണിത്. യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകളാണ്. എന്തൊക്കെയാണ് ഒരു ഇൻപുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിൾസ് എന്നുള്ളതാണ് ചോദിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, കീബോർഡ്, മൗസ്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, പെൻ, അങ്ങനെ സോ മെനി. ഇപ്പോൾ നമുക്ക് പറയുവാണെങ്കിൽ ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ കമ്പ്യൂട്ടറിലുണ്ട്. നമുക്കത് ഒരു ചോദ്യം വരാം, വാട്ട് ഇസ് ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് അഥവാ മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. പ്രധാനമായും 2 തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി,
രണ്ട്, സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മെമ്മറിയാണ്, റാം, റോം അങ്ങനെയുള്ള ഇന്റേണൽ മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ്, അങ്ങനെ നമ്മൾ വേറെ മെമ്മറി, ഫ്ലോപ്പി അങ്ങനെയുള്ള മെമ്മറി ഡിവൈസുകളാണ് സെക്കൻഡറി മെമ്മറി ഡിവൈസുകൾ. ഇപ്പം സ്റ്റോറേജ് കപ്പാസിറ്റി പറയുന്നത് കിലോ ബൈറ്റ്സ് ആണ്. സാധാരണ കിലോ ബൈറ്റ് മാറി ടെറാബൈറ്റ് വരെ ഉണ്ട്. ഒരു 1 KB ആ രീതിയിലാണ് നമ്മളുടെ മെമ്മറി യൂണിറ്റിൻ്റെ മെമ്മറി പറയുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് അഥവാ മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ വരുന്ന, ഇന്റേണൽ മെമ്മറിയിൽ വരുന്ന ആദ്യത്തെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ വരുന്ന, ഇന്റേണൽ മെമ്മറിയിൽ വരുന്ന ആദ്യത്തെ 2 ഡിവിഷനാണ് റാം ആൻഡ് റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. റാം എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് റോമിലേക്ക് പോയി എവിടെയെങ്കിലും പോയി സേവ് ചെയ്യുന്നു. ഇല്ല എങ്കിൽ റാമിലുള്ളതെല്ലാം സപ്ലൈ പോയാൽ ഉടനെ തന്നെ ലോസ്റ്റ് ആവും. അതിന് നമ്മൾ പറയുന്നത് റാം എന്ന് പറയുന്നത് ഒരു വോളട്ടൈൽ മെമ്മറി ആണെന്ന് പറയും. വോളട്ടൈൽ, വെൻ സപ്ലൈ ലോസ്റ്റ് ദ മെമ്മറി കണ്ടൻസ് വിൽ ലോസ്റ്റ്. അതേസമയം റോം എന്ന് പറയുമ്പോൾ അതൊരു നോൺ വോളട്ടൈൽ മെമ്മറിയാണ്, അതൊരു പെർമനൻ്റ് മെമ്മറിയാണ്. അപ്പോൾ റാം ഒരു ടെമ്പററി മെമ്മറിയാണ്, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. ഇനി റോമിൻ്റെ തന്നെ പലതരത്തിലുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോം, ഇപ്രോം, ഇപ്രോം അല്ലെങ്കിൽ സ്ക്വയർ പ്രോം. പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇപ്രോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇപ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം. റാം ആൻഡ് റോമിൻ്റെ തന്നെ പല ഇതാണ്, പ്രോം, ഇപ്രോം, സ്ക്വയർ പ്രോം. അപ്പം നോട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുക. റാമും റോമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് റാം എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ, റോം എന്ന് പറഞ്ഞാൽ നോൺ വോളട്ടൈൽ. ഇത് ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി സ്റ്റോറിങ് ഡിവൈസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഫ്ലോപ്പി ഡിസ്ക് ഉണ്ട്. ഫ്ലോപ്പി ഡിസ്ക് ഇപ്പോൾ നോട്ട് അവൈലബിൾ നൗ. ആൻഡ് ഫ്ലോപ്പി ഡ്രൈവും ഇപ്പോൾ വരുന്ന കമ്പ്യൂട്ടറുകളിലില്ല. പിന്നെ CD ഡ്രൈവുകളും ഏകദേശം DVD CD ഒക്കെ ഉണ്ടായിരുന്നതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് മെയിൻ ഇപ്പോഴുമുള്ള ഒരു സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയാണ്. ഇതൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടുള്ള 2 മെമ്മറികൾ റാം ആൻഡ് റോം. അതിൽ റാം നല്ല രീതിയിൽ നമുക്ക് രണ്ടും പഠിക്കാനുണ്ട്. ഇപ്പോൾ റാമിൻ്റെയും റോമിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റാം നേരത്തെ പറഞ്ഞല്ലോ ടെമ്പററി സ്റ്റോറേജ് ആണ്, MB ഒക്കെ ഉള്ളൂ. ഇത്ര MBയിലൊക്കെയാണ്. റാമിൻ്റെ ഒരു മൊഡ്യൂളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ മോണിറ്റർ വർക്ക് ചെയ്യുന്നില്ല എങ്കിലൊക്കെ റാം മാറ്റിയിട്ടാൽ ചിലപ്പോൾ ശരിയാവും. പിന്നെ സ്റ്റോർ ഡേറ്റ ഇൻ MB, വോളട്ടൈലാണ്, അതായത് സപ്ലൈ പോയാൽ കണ്ടൻസ് പോവും. യൂസ്ഡ് ഇൻ നോർമൽ ഓപ്പറേഷൻസ്, റൈറ്റിംഗ് ഡേറ്റ ഈസ് ഫാസ്റ്റർ. റോം എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്, സ്റ്റോർ ഡേറ്റ ഇൻ GB, നോൺ വോളട്ടൈൽ ആണ്, അതായത് പെർമനൻ്റ് ആണ്. യൂസ്ഡ് ഫോർ സ്റ്റാർട്ടപ്പ് പ്രോസസ്, ബൂട്ടിംഗ് അതിനൊക്കെ റോമിലാണ് വർക്ക് ചെയ്യുക. റൈറ്റിംഗ് ഡേറ്റ ഈസ് സ്ലോവർ. CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആക്ച്വൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CPU ആണ്. സിസ്റ്റം എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ആക്ച്വൽ കണ്ടെയ്ൻസ് എല്ലാ ഇത് കാണുന്ന CPU ആണ് മെയിൻ. നമ്മൾ മദർ ബോർഡിലാണ് CPU ഉള്ളത്. ആ CPU നോക്കിയാൽ CPU പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു ഫാൻ ഉണ്ടെങ്കിൽ അതിന് നേരെ അടിയിലുള്ളതായിരിക്കും CPU പേരിലാണ് ആ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇത് പറയുന്നത്. നമ്മൾ ഇൻ്റൽ ഇൻസൈഡ് എന്നൊക്കെ പറയില്ലേ, ഏത് മേക്കിംഗ് ആണ്. CPU ഫീച്ചേഴ്സാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ്, മെമ്മറി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ CPU പ്രധാനമായും 2 പാർട്സായിട്ട് പറയാം. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, പിന്നെ ഒന്ന് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അതാണ് ALU, CU ആൻഡ് ALU.
CPU is Central Processing Unit, which contains electronic circuits and used to execute instruction and also controls the operations of other input-output devices. It also divided in three parts: ALU, control unit, and memory unit. കൺട്രോൾ യൂണിറ്റ് ഇത് ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓപ്പറേഷൻസിൻ്റെ ടൈമിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട്, ഡേറ്റ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ട്രാവലിങ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡേറ്റ ബസ്സിലൂടെ, ബസ് മീൻസ് വയേഴ്സാണ്. വയേഴ്സ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട വയേഴ്സ് അല്ല, ഇറ്റ് ഈസ് ട്രാക്ക്. ഇതിലൂടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ യൂണിറ്റിലേക്കുമുള്ള ഡേറ്റ ട്രാവലിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്, ഒരു മൈക്രോ പ്രോഗ്രാമിംഗ് യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALUവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ALU. എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫങ്ഷൻസും കൈകാര്യം ചെയ്യുന്നത് ALUവിലാണ്. നമുക്ക് മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളറൊക്കെ പഠിക്കുമ്പോഴും ALU വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ്. ALU അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അങ്ങനെ ഒരുപാട് അരിത്തമെറ്റിക് പ്രോസസ്സ് ഉണ്ട്. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലിൽ വരുന്നതാണ് ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, അങ്ങനെ കുറേ ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അഥവാ ALU. നേരത്തെ ഇൻപുട്ട് യൂണിറ്റ് എന്താണ്, ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്ന് പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ അതും ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ വരുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ റിസൾട്ട്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഫേസിങ് ഡിവൈസാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. മോണിറ്ററുകൾ വരും. മോണിറ്റർ എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് ഔട്ട്പുട്ട് പിന്നെ പോകും. പ്രിൻ്റർ, പിന്നെ സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ, അങ്ങനെയുള്ള എല്ലാം ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് നമ്മൾക്ക് പറയാം. പ്രിൻ്റർ എന്ന് പറയുമ്പോൾ ഒരു പെർമനൻ്റ്ലി സ്റ്റോർഡ് മാറ്ററായിട്ട് നമുക്ക് ഔട്ട്പുട്ട് സൂക്ഷിക്കാം. Arithmetic logic unit comprises number of register on its construction. All data from memory gets loaded in arithmetic logic unit. It performs various arithmetic and logical operations of the programs. നേരത്തെ പറഞ്ഞതാണ് മെമ്മറി യൂണിറ്റ്. എല്ലാത്തിൻ്റെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണിത്. മെമ്മറി യൂണിറ്റ് പ്ലേസ് വെയർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഡ്യൂറിങ് പ്രോസസ്സിംഗ് പീരീഡ്. Popular memory are RAM and ROM. Control unit. It controls the entire system of computer. It makes proper sequence to direct the input data and instructions to memory to ALU. It also controls signals to various parts of computer. It also transfer result from ALU to memory and then to output devices. Thank you.